പുണ്യം നിറഞ്ഞ റബീഉൽ അവ്വലിലെ ആദ്യത്തെ തിങ്കളാഴ്ച രാവും പകലുമൊക്കെ നമ്മിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്കൊരു അത്ഭുത ഇസ്മു പഠിപ്പിച്ചു തരട്ടെ. വെറും 99 തവണ ഈ ഇസ്മു ചൊല്ലിക്കഴിഞ്ഞാൽ നടക്കൂലാന്ന് നിങ്ങൾ കരുതിയത്, നിങ്ങളുടെ ജീവിതത്തിലെ വലിയ വലിയ മാരകമായ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ നീങ്ങിപ്പോകുന്നത് കാണാം. നടക്കില്ല എന്ന് കരുതിയ സംഗതി നടക്കുന്നത് കാണാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് അള്ളാഹു നടത്തിത്തരും. മാത്രമല്ല 4 മലക്കുകളുടെ വല്ലാത്തൊരു പ്രൊട്ടക്ഷൻ, 4 അത്ഭുത മലക്കുകൾ, മലക്കുകളുടെ നേതാക്കന്മാരായ 4 പേരുടെ കാവൽ നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റിയ ഒരടിപൊളി സംഗതി ഇവിടെ നമുക്ക് പഠിക്കണം. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാം കേട്ടോ. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പിയല്ലേ എല്ലാവരും? സന്തോഷമായിട്ടിരിക്കണം. എന്തോരം ആവസ്യത്തുകളാണ് ഓരോരോ സങ്കടങ്ങൾ പറഞ്ഞിട്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് ആ സങ്കടങ്ങളുടെ അവസാനത്തെ ദിവസമായിട്ട് മാറണം. കാരണം ഇന്ന് ഞാൻ നിങ്ങൾക്ക് അത്ഭുതം നിറഞ്ഞ അത്ഭുതങ്ങളുടെ കലവറയായ ഒരു കുഞ്ഞനിസ്മ്, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു കുഞ്ഞനിസ്മ് പഠിപ്പിച്ചു തരാം. മനസ്സറിഞ്ഞ് 99 തവണ ഡെയിലി ചൊല്ലിക്കോ. ഇന്നങ്ങോട്ട് തുടങ്ങിക്കോ. ഈ പരിശുദ്ധമായ റബീഇലെ ആദ്യത്തെ തിങ്കളാഴ്ച രാവിലെ അങ്ങ് തുടങ്ങിക്കോ. നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല നടത്തിത്തരും. നടക്കൂല നിങ്ങൾ വിചാരിക്കുന്ന സംഗതി ഉണ്ടല്ലോ, അതുപോലെയുള്ള നടത്തിത്തരും എന്നാണ്. അപ്പോൾ അത് പറയുന്നതിന് മുൻപേ, ഇത് തിങ്കളാഴ്ച ദിവസമാണ് അല്ലേ കടന്നു വരുന്നത്. ഇതല്ല, തിങ്കളാഴ്ച രാവ് കടന്നു വരുന്നു, തിങ്കളാഴ്ചയുടെ പകൽ കടന്നു വരുന്നു. ഏറ്റവും വലിയ പ്രത്യേകത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ രാവും പകലുമാണ്. പ്രത്യേകിച്ച് റബീഉൽ അവ്വലും കൂടെ ആകുമ്പോൾ രണ്ടും കൂടെ ക്ലബ്ബായി വന്ന സന്തോഷം എന്തൊരാനന്ദമാണ് അല്ലേ? ഈമാനുള്ളവർക്കൊക്കെ വല്ലാത്തൊരു ആനന്ദം. അപ്പോൾ ആദ്യത്തെ തിങ്കൾ റബീഉൽ അവ്വൽ, സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ സമയത്തൊക്കെ കൂടുതൽ സ്വലാത്തുമായി നമ്മളിങ്ങനെ ബന്ധപ്പെട്ടാൽ, സ്വലാത്ത് വല്ലാത്തൊരു വജ്രായുധാണ് കേട്ടോ. നമുക്ക് മുത്തുനബിയെ കാണാൻ പറ്റും, മുത്തുനബിയെ സിയാറത്ത് ചെയ്യാൻ പറ്റും. അതിനൊക്കെ ആപ്റ്റായൊരു സംഗതിയാണ് സ്വലാത്ത്. അതൊരു വജ്രായുധാണ്. അത് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം അല്ലേ? നമുക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ നേതാവാണ്. നമ്മൾ പറഞ്ഞില്ലേ മുമ്പ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാരുന്നതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? അവിടെ നിന്ന് ആഗ്രഹിച്ചത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. നാളെ മഹ്ശറിൽ ഓരോ നബിമാരുടെ അടുക്കലും യൗമ യദ്ഉ ആദമും വ അംബിയാ നഫ്സി 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 നഫ്സിയാ. എല്ലാ നബിമാരും നഫ്സി നഫ്സി, സ്വന്തം ശരീരത്തിൻ്റെ കാര്യമാണ്. എന്നാൽ ലോകത്തിൻ്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം ഉണ്ടാവും. ഞാനുണ്ട് മക്കളെ ഇങ്ങക്ക് എന്ന് പറയാൻ അല്ലേ? ആ മുത്തുനബി നമ്മളോട് വല്ലാത്ത ഇഷ്ടമാണ് അവിടത്തേക്ക്. അപ്പോൾ ആ ഹബീബിൻ്റെ ഹൃദയത്തിൽ ഒന്ന് കയറി പറ്റാനുള്ള ഏറ്റവും നല്ല മെറ്റീരിയൽ എന്താ? സ്വലാത്ത് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉറപ്പിക്കൊണ്ടൊരു സംഗതിയുണ്ട്. റബീഉൽ അവ്വൽ 12 ദിവസം അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മുഴുവനും മാത്രമൊന്നുമല്ല, എൻ്റെ ജീവിതത്തിൽ ഒരു 10 സ്വലാത്തെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ടൊരു സ്വലാത്ത്, ഒരു സ്വലാത്തിനോട് നമുക്കൊരു വല്ലാത്ത പ്രണയം വേണം. അങ്ങനെയാണല്ലോ ചില, ഇപ്പോൾ നിങ്ങൾ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പേരുണ്ടാവും, ഭർത്താവിന് അവളെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പേരുണ്ടാവും അല്ലേ? അങ്ങനെ പേരുണ്ടോ? തെറി വിളിയല്ല, അങ്ങനെ കുറേ കാക്കാന്മാരുണ്ട്. അതല്ല, അതായത് വിളിക്കാൻ, ഇപ്പം എൻ്റെ ഭാര്യയെ ഞാൻ വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പേരുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ നാമങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദമ്യമായ ഇഷ്ക് മനസ്സിലുള്ളവർ ഒരു സ്വലാത്തിനോടൊരു പ്രത്യേക മഹബത്ത്. അപ്പോൾ നെയ്യത്ത് വെക്കുക, ഡെയിലി ഒരു 10 സ്വലാത്തെങ്കിലും ചൊല്ലാതെ മരിക്കുന്നത് വരെ എൻ്റെ ജീവിതം കടന്നു പോകില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 10 സ്വലാത്തൊക്കെ ചെറുതല്ലേ, ഞാൻ 1000 ചൊല്ലുന്നുണ്ടെന്ന്. എടാ, 1000 പോയിട്ട് ഒരു സ്വലാത്ത് പോലും ഡെയിലി ചൊല്ലാത്ത ആളുകൾ നമ്മുടെ സ്വഭാവ ഹെയറിൽ കാണുന്നുണ്ട്. ഒരു സ്വലാത്ത് പോലും ഇല്ല. അപ്പോൾ നമുക്ക് ഒരു നെയ്യത്തായി കൂടെ ഡെയിലി ഒരു 10 സ്വലാത്ത് ഞാൻ ചൊല്ലുന്ന നെയ്യത്ത് ചെയ്യുക. 1000 വെറുതെ ചൊല്ലുന്നതിലേറെ 10 പ്രണയത്തോടെ, പ്രണയത്തിൻ്റെ തീവ്രതയോടെ ചൊല്ലുമ്പോൾ അതിനാണ് വാല്യൂ. ആ 1000 പ്രണയത്തോടെ ചൊല്ലിയാലോ, ആഹാ, ലൈഫ് സെറ്റാണ്. 4 മലക്കുകൾ മുത്തറസൂലിൻ്റെ അടുക്കൽ വരികയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീലുണ്ട്, ഇസ്രാഫീലുണ്ട്, മിഖായിലുണ്ട്, അസ്റായിലുണ്ട് അലൈഹിമുസ്സലാം. ജിബ്രീൽ അലൈഹി സ്വലാമുണ്ട്, ഇസ്രാഫീൽ അലൈഹി സ്വലാമുണ്ട്, മിഖായിൽ അലൈഹി സ്വലാമുണ്ട്, അതുപോലെ അസ്റായിൽ അലൈഹി സ്വലാമുണ്ട്. അപ്പോൾ അസ്റായിൽ അലൈഹി സ്വലാം പറയുന്നൊരു സംഗതിയുണ്ട്, നബിയെ, ഡെയിലി 10 സ്വലാത്ത് പതിവാക്കുന്ന മനുഷ്യന്മാരുടെ റൂഹ് ഞാൻ അമ്പിയാക്കളുടെ, നബിമാരുടെ റൂഹ് പിടിക്കണ പോലെ പിടിക്കും. നബിമാരുടെ റൂഹ് എന്നെങ്ങനെയാ, എത്ര സൂപ്പറായിട്ട് അവരുടെ റൂഹ് പിടിക്കണേ, വല്ല ടെൻഷൻ അവർക്കുണ്ടോ?
വല്ല ടെൻഷനുണ്ടോ, പ്രയാസമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. ഈസി ആയിട്ടല്ലേ അവർ മരിക്കണത്, ഇല്ലേ, വഫാത്താകുന്നത്. അപ്പോഴത്തേക്ക് മഹാനായ മീക്കായിൽ അലൈഹി സ്വലാം പറഞ്ഞു, 10 സ്വലാത്ത് ഡെയിലി ചൊല്ലുന്നവന് ഞാൻ ഹൗദുൽ കൗസർ കോരി കുടിപ്പിക്കും. സയ്യിദുനാ മീക്കായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. സുബ്ഹാനല്ലാഹ്, മുത്തിൻ്റെ ഹൗദാണത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോഴേക്ക് ഇസ്രാഫീൽ അലൈഹി സ്വലാം ഇടപെട്ടു. അങ്ങനെയാണെങ്കിലേ 10 സ്വലാത്ത് ഡെയിലി ചൊല്ലുന്ന മനുഷ്യന് വേണ്ടിയിട്ട് ഞാൻ അള്ളാൻ്റെ അർശിൻ്റെ ചോട്ടിൽ പോയിട്ട് സുജൂദിൽ കിടക്കും. പടച്ചോൻ അവന് പുറത്തു കൊടുക്കണേ അള്ളാഹ് പുറത്തു കൊടുത്തു എന്ന് പറയണവരെ ഞാൻ സുജൂദിൽ നിന്ന് നീക്കൂല. സയ്യിദുനാ ഇസ്രാഫീൽ അലൈഹി സ്വലാം. 4-മതായി ജിബ്രീൽ അലൈഹി സ്വലാം വരുന്നുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാം പറയുന്നുണ്ട്, മുത്തുനബിയുടെ മേൽ 10 സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിയാൽ അവനെ നാളെ സിറാത്ത് പാലത്തിൻ്റെ മുകളിലൂടെ പിടിച്ച് ഞാൻ അങ്ങോട്ട് പറന്നു പോകും സ്വർഗത്തിലേക്ക്. പറവകൾ പറക്കുന്ന വേഗതയിൽ സിറാത്ത് പാലത്തിലേക്ക് അവനെയും കൊണ്ട് ഞാൻ പോകുമെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ ഏതെങ്കിലും ഒരു സ്വലാത്ത് ഡെയിലി, പ്രത്യേകിച്ച് ഇന്ന് തിങ്കളാഴ്ചയിലാവണം. അപ്പോൾ ഇന്ന് വരുന്ന 7:30 മണിയുടെ മജ്ലിസ്, 7:30, ഇന്ന് നമുക്ക് മജ്ലിസ് ഒന്ന് 7:15 അല്ലേ, 7:15 അല്ലേ ഇന്നത്തെ ദിവസം, അല്ലെങ്കിൽ എല്ലാ ദിവസവും 7:15 അത് ബെറ്റർ ആയിരിക്കൂലേ? 7:15 വേണോ 7:30 വേണോ? എന്നിട്ട് നമുക്കൊരു 7:45 ആകുമ്പോഴത്തേക്ക് തീർക്കാം. ഇന്ന് ഇൻഷാല്ലാ 8 മണിക്കുള്ളിൽ തീർക്കുകയും ചെയ്യാം. കാരണം ഞാൻ പല സ്ഥലത്തു നിന്നായിരിക്കും മജ്ലിസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നും ബാങ്ക് കേൾക്കാത്ത സ്ഥലവും ചിലപ്പോൾ കേരളത്തിൻ്റെ പുറത്തേക്കായിരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ബാങ്ക് വിളിക്കുന്ന സമയം ഞാനത് അവിടെ അറിയൂല, കേൾക്കൂലല്ലോ. ബാങ്ക് കേട്ടാലല്ലേ നമ്മൾ ഉണ്ടായിരിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് ചിലപ്പോൾ ബാങ്കിൻ്റെ സമയത്ത് വ്യത്യാസം ഉണ്ടാവും. കേരളത്തിൻ്റെ പുറത്തേക്കാകുമ്പോൾ ചിലപ്പോൾ ആ ഭാഗത്തേക്ക് കേൾക്കൂല. അപ്പോൾ നിങ്ങൾ ആ സമയത്തൊന്ന് വോളിയം കുറച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കാൻ വേണമെങ്കിൽ നമുക്കൊരു 7:15 അല്ലെങ്കിൽ 7:30 തന്നെ മതിയെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണം. ഏതായാലും ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ഇസ്മ പഠിപ്പിച്ചു തരാം, ഒരു അത്ഭുതം നിറഞ്ഞൊരു ഇസ്മ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും നമ്മളോട് പറയുന്നൊരു സംഗതിയുണ്ട്, അസ്മാഉൽ ഹുസ്ന നിങ്ങൾ മുറുകെ പിടിക്കണമെന്നാണ്, ഇല്ലേ? അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിച്ചാൽ അള്ളാൻ്റെ കാവൽ നമുക്കുണ്ടാവും. ആ അസ്മാഉൽ ഹുസ്നയുടെ അവസാന ഭാഗത്തുള്ളൊരു ഇസ്മ, യാ സബൂറു യാ അല്ലാഹ്, യാ സബൂറു യാ അല്ലാഹ്, യാ സബൂറു യാ അല്ലാഹ്. അവനെപ്പോലെ ക്ഷമിക്കുന്നവനാരാ, അല്ലേ? നമ്മളെന്തോരം തോന്നിയാസം ചെയ്തിട്ടും അല്ലേ പടച്ചോൻ ക്ഷമിക്കണില്ലേ, അല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നമ്മളോട് ഒരാൾ തെറ്റ് ചെയ്തു, കാക്ക അല്ലെങ്കിൽ താത്ത പുറത്ത് തന്നോട്ടാ, സാരല്ലടാ. രണ്ടാമതോ അതേ തെറ്റ്, താത്ത പുറത്ത് തന്നോട്ടാ, സാരല്ല. മൂന്നാമതോ അതേ തെറ്റ്, താത്ത പുറത്ത് തന്നോട്ടാ, നാലാമതും തെറ്റ് ചെയ്ത് നിനക്ക് തരാളാ പണി ഇല്ലേ ചോദിക്കൂലേ? എടാ നമ്മൾ 100 കോടി തവണ തെറ്റ് ചെയ്താലും അള്ളാഹിനോട് അസ്തഗ്ഫിറുല്ലാഹ് പുറത്ത് തന്നെ പടച്ചോനെ, വാടാ മക്കളെ, വാ വാ വാ, നിങ്ങളൊക്കെ എൻ്റെ കുട്ടികളല്ലേ. യാ സബൂർ, ഇത് അത്രമേൽ അള്ളാഹിനെ പോലെ ക്ഷമിക്കുന്നവനാരാ? ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഡെയിലി 99 തവണ യാ സബൂറു യാ അല്ലാഹ്, യാ സബൂറു യാ അല്ലാഹ്, യാ സബൂറു യാ അല്ലാഹ്, യാ സബൂറു യാ അല്ലാഹ്. നിൻ്റെ ദുഃഖം എന്താണോ അള്ളാഹു അത് നീക്കിത്തരും, നിൻ്റെ കടങ്ങൾ അള്ളാഹു വീട്ടിത്തരും. എന്ത് വേണമെങ്കിലും അള്ളാഹിനോട് ചോദിച്ചോ. ഡെയിലി 99 തവണ. ഏത് സമയത്തും, രാവിലെ രാത്രി, എപ്പോഴാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സമയത്ത് മനസ്സറിഞ്ഞ് നടക്കൂല എന്ന് വിചാരിക്കണ സംഗതി എത്ര വലിയ സങ്കടമാണെങ്കിലും അള്ളാഹു അതൊക്കെ മാറ്റിത്തരും. അത്ഭുതമാണ് ഈ ഇസ്മ. ചൊല്ലൂലേ യാ സബൂറു യാ അല്ലാഹ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഏതായാലും നമ്മൾ ഡെയിലി മുത്തനബിയുടെ മൗലിദൊക്കെ ചൊല്ലുന്നത്. ഇന്ന് നമുക്കൊരു 11 സ്വലാത്ത് ഒന്ന് ചൊല്ലിക്കുക, ഫാത്തിമിയ സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി, 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 അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി. കരുണക്കടലായ റബ്ബേ, നിൻ്റെ ഹബീബിൻ്റെ മദത് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം, 1000 രൂപ സമ്മാനത്തിനുള്ള ചോദ്യം. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഖുർആനിൽ എത്ര തവണ അള്ളാഹു പരാമർശിച്ചിട്ടുണ്ട്? കമൻറ്റ് ചെയ്യുമല്ലോ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഇതിൻ്റെ മിഥിൽ സവാബ് ഹബീബെ ഖുദ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. പൊരുത്തം തരണേ അല്ലാ. ഹബീബിൻ്റെ തിരുനോട്ടം തരണേ അല്ലാ. യാ റബ്ബന, ഞങ്ങളുടെ മനസ്സിലുള്ള വിഷമതകൾ നീക്കണേ അല്ലാ. ഏത് ആഗ്രഹം വെച്ചുകൊണ്ടാണോ ഈ സദസ്സിലിരിക്കണത് ആ ആഗ്രഹമൊക്കെ നടപ്പാക്കി തരണേ അല്ലാ. പടച്ചോനെ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, മാറ്റിത്തരണേ അല്ലാ. ദാരിദ്ര്യം തരല്ലേ അല്ലാ. കടങ്ങളെല്ലാം ഏറ്റെടുക്കണേ അല്ലാ. നീ പുറത്തു തന്നില്ലെങ്കിൽ നിൻ്റെ നരകത്തിലെ വെണ്ണീറുകളാണല്ല പുറത്തു തരണേ തമ്പുരാനെ. മദീന കാണാതെ റൂഹ പിടിക്കല്ലേ അല്ല. കടങ്ങൾ ഏറ്റെടുക്കണേ അല്ല. പ്രവാസികളുണ്ട്, ഖൈർ നൽകണേ അല്ല. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകൾ നൽകണേ അല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല. ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണേ അല്ല. പടച്ചോനെ, മക്കളില്ലാത്തവർക്ക് അവരുടെ കണ്ണുനീർ നീ തുടച്ചു കൊടുക്കണേ അല്ല. മക്കളെ കൊടുക്കണേ അല്ല. പടച്ചോനെ, പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണേ അല്ല. യാ റബ്ബന, ഞങ്ങളിൽ നിന്ന് വീടില്ലാത്തവരുണ്ട്, ഖൈറായ ഭവനം നൽകണേ അല്ല. ആരൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ടോ പുറത്തു കൊടുക്കണേ അല്ല. ഞങ്ങളെയും അവരെയും നിൻ്റെ ഹബീബോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ല. ഈ റിലീഫ് പദ്ധതിയിലേക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിലേക്ക് ഹദിയ ചെയ്യുന്നവരുണ്ട്, ഏറ്റെടുക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.